ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ തന്റെ രാജ്യത്തിന്റെ പുതിയ നാവിക നശീകരണ കപ്പൽ പുറത്തിറക്കി. തന്റെ ആണവായുധ സായുധ സൈന്യത്തിന്റെ പ്രവർത്തന ശ്രേണിയും മുൻകൂർ ആക്രമണശേഷിയും വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു സുപ്രധാന മുന്നേറ്റമാണ് ഇത് എന്നാണ് കിമ്മിന്റെ വാദം. പടിഞ്ഞാറൻ തുറമുഖമായ നംബോയിൽ നടന്ന 5000 ടൺ യുദ്ധക്കപ്പലിന്റെ ലോഞ്ച് ചടങ്ങിൽ കിം പങ്കെടുത്തതായി ഉത്തര കൊറിയയുടെ സർക്കാർ ഉടമസ്ഥതയിലുള്ള കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി അറിയിച്ചു. ഉത്തര കൊറിയയുടെ ആണവ പദ്ധതിയെ ചൊല്ലി വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ സംയുക്ത സൈനികാഭ്യാസം വിപുലീകരിക്കുന്ന അമേരിക്കയിൽ നിന്നും ഏഷ്യയിലെ സഖ്യകക്ഷികളിൽ നിന്നുമുള്ള ഭീഷണികൾക്കുള്ള മറുപടിയായാണ് കിം ആയുധ ശേഖരണം രൂപപ്പെടുത്തിയത്. ആണവ ശക്തിയുള്ള ഒരു അന്തർവാഹിനി ഏറ്റെടുക്കുന്നത് തന്റെ നാവികസേനയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള അടുത്ത വലിയ ചുവടുവയ്പായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുതിയ മൾട്ടി പർപ്പസ് ഡിസ്ട്രോയർ പുതിയ തരം ഹെവി വെപ്പൺസ് ഉള്ള യുദ്ധക്കപ്പലുകളിൽ ആദ്യത്തേതാണ്. വ്യോമ, നാവിക വിരുദ്ധ ആയുധങ്ങൾ, ആണവശേഷിയുള്ള ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ എന്നിവയുൾപ്പെടെ വിവിധ ആയുധ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് കിം അറിയിച്ചു. അടുത്ത വർഷം ആദ്യം കപ്പൽ നാവികസേനയ്ക്ക് കൈമാറുമെന്നും തുടർന്ന് സജീവമായ പ്രവർത്തനം ആരംഭിക്കുമെന്നും കിം കൂട്ടിച്ചേർത്തു. സംയുക്ത സൈനികാഭ്യാസങ്ങൾ വിപുലീകരിക്കാനും ആണവ പ്രതിരോധ തന്ത്രങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും അമേരിക്കയും ദക്ഷിണ കൊറിയയും അടുത്തിടെ നടത്തിയ ശ്രമങ്ങളെ കിം വിമർശിച്ചു. ഒപ്പം അവയെ യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളായി ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭൗമരാഷ്ട്രീയ പ്രതിസന്ധിയോടും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളോടും ശക്തമായി പ്രതികരിക്കുമെന്ന് കിം പ്രതിജ്ഞയെടുത്തു. ദക്ഷിണ കൊറിയയുടെ പുതിയ യുദ്ധക്കപ്പലിനെക്കുറിച്ചുള്ള ഉത്തര കൊറിയൻ അവകാശവാദങ്ങളെക്കുറിച്ച് ദക്ഷിണ കൊറിയയുടെ സൈന്യം പ്രതികരിച്ചിട്ടില്ല.